വൈകുന്നേരത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ പിള്ളേർ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വന്നതാണ്. അപ്പോൾ ചായ വെച്ചിട്ട് കുറച്ച് അവൽ നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവലിരിപ്പുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ജോലികളെല്ലാം പെൻഡിങ് ആണ് കേട്ടോ. ഇനിയും ബാക്കി ചോറും അതിലെല്ലാം വെക്കാനുണ്ട്. കാരണം ഉച്ചയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് അംഗനവാടി എന്നുള്ള ഓണസദ്യയും ഏട്ടന് പുറത്തുനിന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് ഫുഡ് കൊണ്ടുപോയിട്ടില്ല. ഫുഡ് കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ ഞാൻ ചോറും കറികളും ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകിട്ട് രാത്രിയിലത്തിന് മാത്രം മതിയല്ലോ എന്ന് കരുതി. പിന്നെ നട്ടവെയിലത്തുള്ള അംഗനവാടി പോക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഏകദേശം സൈഡായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ചായയൊക്കെ ഞാനിട്ട് അവലൊക്കെ നനച്ചിട്ട് ഞങ്ങളുടെ സ്ഥിരം ഫുഡ് സ്പോട്ടിലോട്ട് പോയിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പം കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ തുണികളൊക്കെ രാവിലെ സോപ്പ് പൊടിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എൻ്റെ തുണി കഴുകി കഴിഞ്ഞില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ആ പിള്ളേരെ ഫുഡൊക്കെ കൊടുത്തിരുത്തിയോണ്ട് പിന്നെ കുറച്ച് നേരം അവർ കളിച്ചോണ്ടിരുന്നോളൂ. ആ സമയത്ത് ഞാൻ പോയിട്ട് തുണിയൊക്കെ കഴുകി കയറി പിന്നെ കുറച്ച് അവിടെയൊക്കെ അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചു വാരിയിട്ടൊക്കെ നേരത്തെ ഞാൻ കുളി കഴിഞ്ഞിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നേരെ ചോറ് കുറച്ച് വെച്ചിട്ടാണുള്ള ചോറുണ്ടായിരുന്നത്. അതൊക്കെ വെച്ചിട്ടാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പരിപ്പ് കറി വെക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. പരിപ്പ് കറിയും തീയലും വെക്കാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ഞാൻ പരിപ്പ് എടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയിലത്തെ ഊണൊക്കെ ഞാൻ റെഡിയായിക്കൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടൻ വിളിച്ച് പറയുന്നത് ഏട്ടൻ താമസിക്കും, ഇതുപോലെ നാളെ ഓണപ്പരിപാടിയുണ്ട് ഓഫീസിൽ, അതുകൊണ്ട് കുറച്ച് പൂക്കളം ഇടാനും പൂക്കളം വരയ്ക്കാനും ഒക്കെ നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ എൻ്റെ ജോലിയൊക്കെ ഞാൻ വെറുതെ ഭയങ്കര സ്ലോ ആക്കി കളഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ചേട്ടൻ വരുമ്പോഴത്തേനും എളുപ്പം തട്ടിക്കൂട്ടിയിട്ട് ലൈവ് കയറണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം പിന്നെ ഏട്ടൻ വന്നില്ലെങ്കിൽ പിന്നെ അത് ലൈവ് നടക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ബതുക്കിയാക്കി കേട്ടോ. അപ്പം ഞാൻ തീയലിന് വേണ്ടിയിട്ട് തേങ്ങയും അതുപോലെ കുരുമുളകും ഉലുവയും കൂടെ വറക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വറുത്തെടുത്തിട്ട് അതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ എടുത്ത് മാറ്റി ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് ചെറിയുള്ളിയും ഒരു ഉരുളക്കിഴങ്ങും ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ തീയലൊക്കെ ആക്കി പിന്നെ ഞാനത് കാണിക്കാൻ എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കൈസ്, അതാണ് പറ്റിപ്പോയത്. അപ്പം ഞാൻ വൃത്തിയാക്കലും കഴിപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വന്നിട്ട് ഏട്ടൻ എൻ്റെ കൂടെ കുറച്ച് ചോറ് കഴിച്ചിട്ട് മക്കളൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ നേരത്തെ കഴിച്ചുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കോളായിരുന്നു ചോറ് കഴിക്കാൻ വേണ്ടി. ഏട്ടൻ വന്നപ്പോൾ ഏട്ടന് അവിടുത്തെ സാറും കണ്ട് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാനിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ ഒരു തവി ചോറ് മാത്രം കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയിലോട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.